എല്ലാവർക്കും അനു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വെച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഭയങ്കര ടേസ്റ്റിയുള്ള ഓംപ്ലേറ്റ് ആണ് കേട്ടോ. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വരും നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ചോപ്പറാണ് കേട്ടോ, കട്ടിങ് ചോപ്പറാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിലോ ഏത് സൈസിലും ഇടാം. ഓക്കെ, അടുത്തിന് മുളക്. ഇതിരിക്കുന്ന ഭയങ്കര ഒരു സഹായമാണ് കേട്ടോ. ക്യാമറ കുറച്ച് ഫ്രണ്ടിലോട്ട് വരും പ്ലീസ്. ഈ ക്യാമറമാൻ ശരിയല്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്നിട്ട് നമുക്ക് തമ്മിൽ ഇത് പോയി കറിഞ്ഞിട്ട് തീർക്കുകയാണ്. ഞാൻ പറഞ്ഞു തരാവേ, രണ്ട് കാര്യം നടക്കും. ഈ സാധനം ഉണ്ട്, നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിക്കുന്നുണ്ടല്ലേ, അതിനേക്കാളും നല്ലത് ഈ പ്രസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയേ, നോക്കിയേ കേട്ടോ. കണ്ടോ എന്ത് അടിപൊളിയായിട്ട് നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്താൽ പോലും ഇത്ര ഭംഗിയായിട്ട് വരില്ല. ഓക്കെ ഓക്കെ. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു മിനിറ്റ്, കട്ട് ചെയ്യണ്ട, ഞാൻ ചീനിച്ചട്ടി എടുക്കാൻ പറഞ്ഞു. സോറി ഗൈസ്, ഞാൻ മുട്ട പിടിക്കേണ്ട ചീനിച്ചട്ടി പറഞ്ഞത്. ആദ്യം പറയൂ കമാ. ആദ്യം നമ്മൾ ഈ ചീനിച്ചട്ടി ഉണ്ടല്ലോ, ചീനിച്ചട്ടി നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാം. ആ സമയം നമുക്ക് ഈ മുട്ട, ഇതിപ്പോൾ താറാൻ മുട്ടയാണ് കേട്ടോ, ഇത് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉള്ളി, പക്ഷെ ഉള്ളി കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട നിങ്ങൾ ഒരിക്കൽ ഉള്ളി കൂടുതൽ ഇട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങളുടെ കണക്കനുസരിച്ചാണ് കേട്ടോ. ഉപ്പ് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് കാണിച്ചത്, ഇതിൽ ഏറ്റവും ടേസ്റ്റ് കൊണ്ട് എന്താണെന്ന് കാണിച്ചത്. കമോ, കോക്കനട്ട് ഓയിൽ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എണ്ണ ഒഴിച്ച് കണ്ടിട്ടുണ്ട്? എണ്ണ ഒഴിക്കാറില്ലല്ലോ, എന്നാൽ പക്ഷേ നിങ്ങൾ എണ്ണ ഒഴിക്കണം കുറച്ച്. ശേഷം നല്ല മിക്സ് ചെയ്യണം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ സംഗതി ചെയ്യുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു കാര്യം, മുട്ട നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ഇങ്ങനെ അടിക്കലേക്കാം. ഈ സ്പൂൺ ഉണ്ടെങ്കിൽ ഒട്ടി പിടിക്കണ ഇങ്ങനെ ആയിപ്പോൾ അതിനെ കണ്ട് അരമണിക്കൂർ മുമ്പേ നിങ്ങൾ ഈ മുട്ട ഇവിടെ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഉടനെ എടുത്തെങ്കിൽ ഓക്കെ. കമോ, എന്നിട്ട് നമുക്ക് ഈ മുട്ട പാൻ നമുക്ക് ചൂടാക്കാൻ വെക്കണം. അടുത്ത് വരും. ഇപ്പം ചട്ടി ഇത് ചൂടാക്കട്ടെ, എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായില്ല, ചട്ടി ചൂടാവും. മുട്ട ഒഴിക്കരുത്, മുട്ട ഒഴിച്ചാൽ പണിവാളും. മുട്ട അടിപൊളിയായിട്ടൊന്നും വരത്തില്ല. അവസാനം ഇയാൾ പറഞ്ഞിട്ടാണ് മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പിന്നെ പരാതി പറയല്. കണ്ട, ഒരു മിനിറ്റ് ചൂടാവും, ചട്ടി ചൂടാവും. എന്നിട്ട് ഓക്കെ, എന്നിട്ട് എന്തെന്നാ ഇത് ഒഴിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ മുട്ട, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മുട്ട ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും കേട്ടോ. പൊരിയട്ടെ മുട്ട അങ്ങനെ പൊരിട്ടെ. കണ്ട, ഇത് പൊരിക്കുമ്പോൾ തന്നെ നല്ല മണം. ഈ മുട്ട നമ്മളിങ്ങനെ കഴിക്കാനാ, എനിക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് ചിലർ പറയുക. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ മുട്ട ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഭയങ്കര മണമാണ്, എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല മണമാണ്. ഞാൻ തന്നെ എന്നിട്ട് മറിച്ചിടാം. കണ്ടോ, മുട്ട പൊട്ടാതെ ഇങ്ങനെ മറിച്ചിടുക എന്നത് വലിയ ടാലൻ്റാണ്, അതൊരു വലിയ കഴിവാണ്. ദൈവം എനിക്ക് ആ കഴിവ് തന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം മാത്രം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓക്കെ മതി. നമുക്ക് എന്നിട്ട് ഇതിനെ ഓഫ് ചെയ്യാം.
എന്നിട്ട് നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ താറാമുട്ട കഴിക്കത്തില്ല. ഞാൻ സാധാ കോഴിമുട്ടയാണ് കഴിക്കുന്നത്. സാധാ നമ്മൾ കോഴിമുട്ടയാണ്. ഈ താറാമുട്ട എൻ്റെ ഹസ്ബൻഡിന് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇതിൻ്റെ റിവ്യൂ പറയും. ഓക്കെ, അദ്ദേഹം റിവ്യൂ പറയില്ല. ഓക്കെ, അപ്പം ഞാൻ കഴിക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പം നമ്മൾ ഈ തട്ടുകളിൽ നമ്മൾ പ്രത്യേകം തട്ടുകളിലാണെങ്കിൽ നമ്മൾ മുട്ട ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ടിപ്പാണ് കേട്ടോ. അടിപൊളി കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ മുട്ട ഉണ്ടാക്കി നോക്കണം. മുട്ട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ അതിൽ എണ്ണ ഒഴിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ ഉമ്മ.